കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തെയും അതിൻ്റെ വളർച്ചയെയും കൂട്ടി പറയുമ്പോൾ ഈ ഭരണിക്കാവ് മണ്ഡലത്തിന് പ്രത്യേക ചരിത്ര പ്രാധാന്യം തന്നെയുണ്ട്. ഉദാഹരണമായിട്ട് ഈ പ്രദേശത്തെ ആദ്യത്തെ ഒരു കമ്മിറ്റി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപവൽക്കരണത്തിന് വേണ്ടി ആദ്യമായി ഒരു രഹസ്യ കമ്മിറ്റി ഉണ്ടാകുന്നത് കൊയ്പ്പള്ളികാരാൺമ എന്ന സ്ഥലത്ത് പമ്പൂത്തറയിൽ വെച്ചാണ്. പമ്പൂത്തറയിൽ കരുണാകരൻ പിള്ള എന്ന ആദ്യകാല നേതാവിൻ്റെ വസതിയിൽ വെച്ച് തോപ്പിൽ ഭാസിയുടെയും സഹാവ് കെ നാരായണൻ്റെയും നേതൃത്വത്തിലാണ് ആ കമ്മിറ്റി കൂടുന്നത്. അതാണ് അതിൻ്റെ ഉത്ഭവം. അന്ന് 13 പേർ മാത്രമേ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നുള്ളൂ, പങ്കെടുത്തിരുന്നുള്ളൂ. കാരണം അത് അതീവ രഹസ്യമായിട്ട് നടത്തപ്പെട്ട ഒരു കമ്മിറ്റിയായിരുന്നു. പിന്നീട് അതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് സഹാവ് MP കൃഷ്ണപിള്ളയാണെന്ന് ഉള്ള കാര്യം നമുക്ക് സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് വർഷങ്ങൾ തന്നെയായി. എങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു MP ഫൗണ്ടേഷൻ എന്ന പേരിൽ ഇവിടെ പതിവായിട്ട് പരിപാടികൾ നടത്താറുണ്ട്. അതൊരു വലിയ പ്രസ്ഥാനമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയുമാണ്. MP കൃഷ്ണപിള്ള ആയിരുന്നു ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വെള്ളവും വളവും കൊടുത്ത് അതിനെ വളർച്ചയിലേക്ക് നയിച്ചത്. ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം. അങ്ങനെ പറഞ്ഞാൽ ഒരു ജന്മി കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. പക്ഷേ ആ ജന്മി കുടുംബത്തിൽപ്പെട്ട ആളായിട്ടും സാധാരണക്കാർക്ക് വേണ്ടി, തൊഴിലാളി വർഗത്തിന് വേണ്ടി ഒരുപാട് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു സഖാവായിരുന്നു സഖാവ് MP കൃഷ്ണപിള്ള. ചെരുവിലെ ചോപ്പ് ചെങ്കൊടിയായി മാറി, ചോര ചെങ്കൊടിയായി മാറി. ചക്രവാള ചെരുവിലെ ചോപ്പ് ചെങ്കൊടിയായി മാറി, ചോര ചെങ്കൊടിയായി മാറി.